വൈകുന്നേരമായി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വെള്ളം കയറുന്ന സ്ഥലമാണ് തൃശ്ശൂർ പാട്ടുരായ്ക്കൽ അശ്വിനി ആശുപത്രിക്ക് പുറകുവശത്തുള്ള കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഈ വഴിയിൽ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വീടുകളുണ്ട്. ആ വീടുകളിൽ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാവരും തന്നെ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. അവിടെ പ്രായമായവരുൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ട്. ആ ആളുകളാണ് ഇപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത ആളുകളെയാണ് അവിടെ നിന്ന് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായ മഴ ഇപ്പോഴും നഗരത്തിൽ തുടരുകയാണ്. നഗരത്തിലെ പലയിടത്തും ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഇന്ന് രാവിലെ സ്വരാജ് റൗണ്ടിൽ ഉൾപ്പെടെ വലിയ വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ വീടുകളിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് വരികയാണ്. അതായത് ആ വീടുകളിൽ അകത്തേക്ക് വെള്ളം കയറിയ സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ പുറത്തേക്ക് വരികയാണ്. മാറ്റി പാർപ്പിക്കാനുള്ള സംവിധാനം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് തയ്യാറാക്കിയിട്ടുണ്ടോ? സാധാരണഗതിയിൽ സ്ഥിരമായി വെള്ളം കയറുന്ന ഒരിടമാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലുള്ളവരെല്ലാവരും തന്നെ ഇത്തരത്തിൽ മഴ പെയ്തു കഴിഞ്ഞാൽ നേരെ ബന്ധുവീടുകളിലേക്കും മറ്റും പോവുകയാണ് പതിവ്. സ്ഥിരമായ ഒരു കാര്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതായത് ഈ മേഖലയിൽ ആകമാനം എപ്പോഴും വെള്ളക്കെട്ടുണ്ടാകും. ഇവിടെയുള്ള ഒരു തോട്, അതിൻ്റെ ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. ഈ തോടാണ്, ചെറിയൊരു തോടുണ്ട്. ആ തോടിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുകി പോകാത്തതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ വളരെ അധികം അളവിൽ വെള്ളം ഇങ്ങോട്ടേക്ക് ഒഴുകി വരുന്നു. പക്ഷേ ഈ വെള്ളം പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ വലിയ തോടുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ആളുകളൊക്കെ തന്നെ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ചേച്ചി, വീട്ടിലൊക്കെ വെള്ളം കയറിയോ? ഫുള്ള് വെള്ളം, എല്ലാ സാധനങ്ങളും പോയി. എങ്ങോട്ടേക്കാ? ഞാനിപ്പോ ഇവിടെ ലാബിലെ വർക്ക് ചെയ്യണം. അപ്പൊ അങ്ങോട്ടേക്ക് ഒന്ന് കയറിയിട്ട് മോളെ നിർത്താൻ, മോൾക്ക് നല്ല പനിയായിരുന്നേ. സ്കൂളിൽ വിടാണ്ട് നിർത്തിയതാ പനിയായ കാരണം. ഇപ്പൊ അങ്ങോട്ട് ലാബിന്റെ അവിടേക്ക് കയറി നിൽക്കാൻ വെച്ചിട്ടാ. ഈ വീടിന്റെ ആ ഭാഗത്തൊക്കെ സ്ഥിരമായി വെള്ളം കയറുന്നില്ല. ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ വെള്ളം കയറും. പക്ഷെ ഈ പ്രാവശ്യം പെയ്തിട്ട് അങ്ങനെ കയറിണ്ടായിരുന്നില്ല. അപ്പൊ വിചാരിച്ച് വേഗം ഇറങ്ങുന്നു. പെട്ടെന്ന് പറഞ്ഞ് വെള്ളം കത്തിയൊക്കെ എടുത്ത എല്ലാം രാവിലെ വരെ മഴ ഉണ്ടായിരുന്നില്ലല്ലോ. 7:15 കഴിഞ്ഞതിന് ശേഷമാണ് മഴ പെയ്തത്. ആ പെയ്ത മഴയ്ക്ക് ഇങ്ങനെ അംഗം വീട്ടിൽ മോളെ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ അമ്മ ആസ്പത്രിയിലാണ് കിടക്കണതേ. അപ്പൊ അങ്ങോട്ട് പോയിട്ട് വന്ന് നോക്കുമ്പോഴേക്കിനും മിറ്റത്ത് വെള്ളം കണ്ടപ്പോ വേഗം മോളെ വിളിച്ചതാ. ഇനിയിപ്പോ ക്യാമ്പോ ബന്ധുവീടുകളിലേക്ക് എങ്ങനെയെങ്കിലും പോകുന്നുണ്ടോ? അമ്മ ആസ്പത്രിയിലാണ് കിടക്കണ, ഐസിയില്. അപ്പൊ അങ്ങോട്ട് പോട്ടാ മതി. അപ്പം ചേച്ചിയുടെ മകൾ പേരെന്തായിരുന്നു? സിന്ധു. ചേച്ചിയുടെ മകള് അമ്മ ആശുപത്രിയിലാണ്. മകൾക്ക് പനിയാണ്. അപ്പോൾ മകളെയും കൊണ്ട് അവിടെ വീടിനകത്ത് നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വന്നതാണ്. ഇനിയും ആ ഭാഗത്തുള്ള ആളുകൾ എല്ലാവരും തന്നെ അവിടെ നിന്ന് വീടുകളിലുള്ള സാധനങ്ങളൊക്കെ തന്നെ മാറ്റുന്നതിനും മറ്റുമായി നിൽക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആ വീടുകൾക്കകത്തേക്ക് വെള്ളം കയറിയ സാഹചര്യത്തിൽ നിലവിൽ ആ സാധനങ്ങളൊക്കെ തന്നെ സുരക്ഷിതമാക്കുക. അതിനുശേഷം മുട്ടോളം വെള്ളമാണ് വീടിനകത്തൊക്കെ തന്നെ ഉള്ളത്. അതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ ഒന്ന് സുരക്ഷിതമാക്കുക. അതിനുശേഷം അവിടെ നിന്ന് മാറണമെങ്കിൽ മാറാമെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഏകദേശം ഒരു മണിക്കൂറോളം നേരം മഴ വിട്ടു നിൽക്കുകയാണെങ്കിൽ ഈ വെള്ളമൊക്കെ തന്നെ പെട്ടെന്ന് ഒഴുകി പോകും. പക്ഷേ ആ പെയ്ത് തുടങ്ങുന്ന സമയത്ത് വലിയ ഒരു വെള്ളക്കെട്ട് ഉണ്ടാകുമെന്നുള്ളതാണ്. നിർത്താതെ മഴ പെയ്യുകയാണെങ്കിൽ ഈ വീടുകളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് ഉണ്ടാകുമെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. എത്ര വീടുകളുണ്ട് അവിടെ? അവിടെ ഒരു 6-7 വീടുകളുണ്ടോ. ആളുകളൊക്കെ മാറി മുഴുവനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ കോർപ്പറേഷന്റെ ജീവനക്കാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഇതാണ് മോത്തി. അതായത് ഈ വെള്ളം മുഴുവൻ ഒഴുകി പോകാനായി ആകെ ഒരു ചെറിയ തോട് മാത്രമേ ഉള്ളൂ. ആ തോട് ഇത്രയും ചെറിയ വീതി കുറഞ്ഞ തോട്ടിലൂടെയാണ് ഈ വെള്ളം ഒഴുകി പോകുന്നത്. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇത് പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽ ഇവിടെ പെടുത്തിയിട്ടുള്ളതാണ് ആളുകൾ. പക്ഷേ അപ്പോഴൊന്നും തന്നെ ഈ തോട് വീതി കൂട്ടാനോ ഒന്നും തന്നെ ആരും തന്നെ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത്രയധികം വെള്ളം ഒഴുകി പോകാനായി സ്ഥലമില്ല, അല്ലെങ്കിൽ ഒഴുകി പോകുന്നതിന് വേണ്ടിയുള്ള ഇടമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്.